അമേരിക്കയുടെ അഭിമാനമായ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ആർ ഫോർഡ് ഇപ്പോൾ കട്ടപ്പുറത്ത് ഏറിയിരിക്കുകയാണ്. ഇത് വെറും ഒരു സാങ്കേതിക തകരാറല്ല, മറിച്ച് ഇറാന്റെ മിസൈൽ ആക്രമണത്തിലേറ്റ കനത്ത പ്രഹരമാണ് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്ത് അമേരിക്കയുടെ കുന്തമുനയായിരുന്ന ഈ കപ്പലിൽ ഉണ്ടായ തീപിടുത്തം ഇറാന്റെ ആക്രമണം മൂലമാണ് എന്ന സൂചനകൾ ലഭിക്കുമ്പോൾ അത് മറച്ചുവെക്കാൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞു പാളീസായിരിക്കുകയാണ്. കപ്പലിലെ തീപിടുത്തം കേവലം സാങ്കേതിക പ്രശ്നമാണ് എന്നായിരുന്നു അമേരിക്ക ഇതുവരെ വാദിച്ചിരുന്നത്. എന്നാൽ ഇത്രയും നൂതനമായ ഒരു യുദ്ധക്കപ്പലിലെ അഗ്നിശമന സംവിധാനങ്ങൾ പോലും പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്ന ചോദ്യം അന്നേ ഉയർന്നതാണ്. നിലവിൽ ഖൊറേഷ്യയിലെ സ്പ്ലിറ്റ് തുറമുഖത്ത് അറ്റകുറ്റപ്പണിക്കായിട്ട് നങ്കൂരമിട്ടിരിക്കുന്ന ഈ കപ്പലിനെ പഴയ നിലയിലാക്കാൻ ചുരുങ്ങിയത് 12 മുതൽ 14 മാസം വരെ വേണ്ടിവരും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു വർഷത്തിലേറെ കാലം ഈ ഭീമൻ കപ്പൽ കമ്മീഷനിൽ നിന്നും പുറത്തായിരിക്കും. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ യുദ്ധക്കപ്പല് ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ചിലവേറിയതാണ്. ഏകദേശം $13.2 ബില്യൺ ഇതിന്റെ നിർമ്മാണ ചെലവ്. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ വരെ നേരിടാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ കപ്പലിനെ ട്രംപ് ഭരണകൂടം വലിയ കൊട്ടിയ ആഘോഷങ്ങളോടെയാണ് ഇറാന്റെ പരിധിയിലേക്ക് അയച്ചത്. എന്നാൽ കഴിഞ്ഞ ജൂൺ മുതൽ നീണ്ട വിന്യാസത്തിലായിരുന്ന കപ്പലിന് ചെങ്കടലിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ മാർച്ച് പകുതിയോടെ പിൻവാങ്ങേണ്ടി വന്നു. യുദ്ധവുമായിട്ട് ബന്ധമില്ലാത്ത തീപിടുത്തം എന്നായിരുന്നു സെൻട്രൽ കമാൻഡിന്റെ ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ ഈ രഹസ്യ നീക്കത്തിലെ ദുരൂഹത പ്രതിരോധ വിദഗ്ധർ അന്നേ ചൂണ്ടിക്കാണിച്ചതുമാണ്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഈ ചലിക്കുന്ന യുദ്ധഭൂമിയിൽ അസാധാരണമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ട് എങ്കിൽ അത് അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തുള്ള ഒരു ആക്രമണം മൂലമാകാൻ സാധ്യതയുള്ളൂ എന്ന് വിദഗ്ധർ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. കപ്പലിനേറ്റ പരിക്കിന്റെ ആഴം വ്യക്തമാകുമ്പോൾ ഈ നിഗമനങ്ങൾക്ക് കൂടുതൽ കരുത്തും ഏറുകയാണ്. നാശനഷ്ടങ്ങൾ വിലയിരുത്താനായിട്ട് കപ്പൽ ക്രീറ്റിൽ നങ്കൂരമിട്ടപ്പോഴാണ് വിവരങ്ങൾ ചോർന്നത്. ഏകദേശം 260 ദിവസങ്ങൾ നീണ്ട പെട്രോളിംഗിന് ശേഷം മാർച്ച് 12ഓടെ കപ്പലിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലച്ചു. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കപ്പലിൽ ഉണ്ടായിരുന്ന 4500ഓളം സൈനികരിൽ 600-ലധികം പേർക്ക് അവരുടെ താമസ സൗകര്യങ്ങൾ പോലും തീപിടുത്തത്തിൽ നഷ്ടമായി. ജീവനക്കാർക്ക് തുണി അലക്കാൻ പോലും സാധിക്കാത്ത അത്രയും ദയനീയമായ അവസ്ഥയായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. 30 മണിക്കൂറോളം നീണ്ടുനിന്ന തീപിടുത്തം സൈനികരെ മാനസികമായിട്ട് തളർത്തിയെന്നും ഇറാനുമായുള്ള യുദ്ധത്തിൽ ഏർപ്പെടാൻ സൈനികർക്ക് ഭയമായിരുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ കപ്പലിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ അസ്വാഭാവികമായ രീതിയിൽ വിമാനങ്ങൾ നിറഞ്ഞു നിന്നത് വിമാനമുയർത്തുന്ന സംവിധാനങ്ങളും ഹാങ്കറുകളും തകരാറിലായതിന്റെ സൂചനയാണ് എന്ന് വിദഗ്ധർ കാണുന്നു. അമേരിക്കയുടെ ഈ അവസ്ഥ ജെറാൾഡ് ഫോർഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മറ്റൊരു വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണും ഇറാന്റെ ആക്രമണ ഭീഷണിയെ ഭയന്ന് സുരക്ഷിത സ്ഥലമായ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മാറേണ്ടി വന്നു. ഇതിനും ചില കേടുപാടുകൾ സംഭവിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പഴയകാല യുദ്ധതന്ത്രങ്ങളുമായിട്ട് വന്നാൽ പുതിയ കാലത്തെ പോരാട്ടങ്ങളിൽ അത് ഫലിക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ സൈനിക നേതൃത്വത്തിന് ഈ സംഭവം വലിയ വെല്ലുവിളിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ പ്രത്യാക്രമണത്തിലൂടെ അമേരിക്കയുടെ അജേയത എന്ന വാദത്തെ തന്നെ ഇറാൻ തകർത്തെറിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ.